കോഴിക്കോട് കാരശ്ശേരിയിൽ വെള്ളവസ്ത്രവും നിസ്കാര കുപ്പായവും ധരിച്ച് വീടുകളിലെത്തി മോഷണം. മലാങ്കുന്ന് സ്വദേശിയായ ഷിഹാബിന്റെ വീട്ടിലെ CCTV ദൃശ്യങ്ങളിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞു. പള്ളിയിലെ ബാറ്ററിയും സമീപ വീടുകളിൽ നിന്ന് റബ്ബർ ഷീറ്റുകളും മോഷ്ടിച്ചു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ആകാശ് തടത്തിലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആകാശ്, ഈ ദൃശ്യം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിലെ വെള്ളാട്ട പോക്കറിനെയാണ്. എന്തായാലും സമാനമായ രീതിയിൽ വെള്ള വസ്ത്രം ധരിച്ചിട്ടാണ് മോഷണം നടത്തുന്നത്. ആരാണ് ഈ മോഷണത്തിന് പിന്നിൽ? എന്താണ് പോലീസ് പറയുന്നത്? സ്വാതി, പ്രധാനമായും ഈ മോഷ്ടാവ് ഈ വെള്ള വസ്ത്രവും കൂടാതെ തന്നെ ഈ നിസ്കാര കുപ്പായം ധരിച്ചാണ് ഈ മോഷണങ്ങൾക്ക് ഇറങ്ങുന്നത്. അതിനാൽ തന്നെ ഈ പ്രദേശവാസികൾ വലിയ ഭീതിയിലാണ്. ഈ രാത്രികാലങ്ങളിൽ ഈ വെള്ള വസ്ത്രം ധരിച്ച ഈ ആളെ കാണുമ്പോൾ ആളുകളെല്ലാം പേടിച്ച് അവിടെ നിന്ന് പോകുന്നൊരു സാഹചര്യമുണ്ട്. കൂടാതെ തന്നെ രാത്രികാലങ്ങളിൽ പ്രദേശവാസികൾക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മോഷ്ടാവ് ഇത്തരത്തിൽ വെള്ള വസ്ത്രവും ധരിച്ച് ഈ വീടുകളിലെത്തി മോഷണം നടത്തുന്നതാണ് പതിവ്. കുറച്ച് ദിവസങ്ങളായി ഈ കാരശ്ശേരി മല്ലങ്കുന്ന് പ്രദേശത്ത് ഈ മോഷ്ടാവിനെ കൊണ്ടുള്ള ശല്യം വലിയ രീതിയിൽ ഉണ്ട് എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. ഇയാൾ ഈ നിസ്കാര കുപ്പായവും വെള്ള വസ്ത്രവും ധരിച്ച് ഈ സമീപത്തെ റോഡുകളിലൂടെ പോകുമ്പോൾ തന്നെ ആളുകൾ ഭയക്കുന്നുണ്ട്. ഇയാളുടെ ഒരു പ്രകൃതം എന്ന് പറയുന്ന ഇത്തരം വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ വീടുകളിലെത്തി മോഷണം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തെ ഒരു പള്ളിയിൽ നിന്ന് ബാറ്ററിയും സമീപ പ്രദേശത്തെ വീടുകളിൽ നിന്ന് റബ്ബർ ഷീറ്റ് ഉൾപ്പെടെ മോഷ്ടിച്ചിട്ടുണ്ട്. ഇതിന് സമാനമായ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ രാത്രി സഞ്ചരിക്കുക ഒരു സ്ത്രീയുടെ മാല പൊട്ടിക്കുന്ന ഒരു ശ്രമവും നടത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ നാട്ടുകാരെല്ലാം വലിയ ഭീതിയിലാണ്. ആളുകൾ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ മോഷ്ടാവ് മാറ്റിയെടുത്തു എന്ന് വേണം പറയാൻ. ഇത് കാരശ്ശേരി സ്വദേശിയായിട്ടുള്ള ഷിഹാബിൻ്റെ വീട്ടിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ്. ആ CCTV ദൃശ്യങ്ങളിൽ ഈ വെള്ള വസ്ത്രധാരി വീട്ടിലെത്തി വീട്ടിലുള്ള സാധനങ്ങൾ മോഷ്ടിച്ച് ഇവിടെ നിന്ന് പോകുന്നതാണ് കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസും ഈ മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൂടി ഇവർ പരിശോധന നടത്തുന്നു. കൂടാതെ രാത്രികാലങ്ങളിലുള്ള പെട്രോളിങ്ങും കൂടുതൽ മോഷണം നടന്ന ഈ സ്ഥലങ്ങളിൽ പോലീസിനെ വിന്യസിപ്പിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ഏതായാലും ഇത്തരം നമ്മൾ നേരത്തെ സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വെള്ളാട്ടപ്പോക്കർ പോലെയുള്ള ഈ കിളിച്ചുണ്ടൻ മാമ്പഴം സിനിമയിലുള്ള വെള്ളാട്ടപ്പോക്കർ പോലെയുള്ള വസ്ത്രം ധരിച്ച് ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് മോഷണം നടത്തുന്ന ഒരു രീതിയാണ് ഈ മോഷ്ടാവിൻ്റേത്. അതിനാൽ തന്നെ ഈ നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. ഇവർ വലിയ രീതിയിൽ തന്നെ ഉറങ്ങാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ ഈ മോഷ്ടാവിനെ പിടികൂടണമെന്നുള്ള ആവശ്യവും ഉന്നയിക്കുകയാണ് നാട്ടുകാർ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. സ്വാതി. ശരി ആകാശ്.